ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്നെ പരിചയമുണ്ടോ? ഇല്ലല്ലേ? പരിചയമുണ്ടോ? ഇല്ലല്ലേ? ഷംസ് പറഞ്ഞോ? പറഞ്ഞിരുന്നു. എന്റെ പേരെന്താണെന്ന് അറിയാമോ? രമ്യ. അല്ല, അശ്വതി കേട്ടോ. അശ്വതി എന്നാണ് എന്റെ പേര് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പഠിത്തമൊക്കെ എവിടം വരെ ആയി? ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ ഇന്ന് പ്രെയർ സോങ് ആരാ ചെയ്യുന്നേ? ആരെങ്കിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? ആരുമില്ല? ആരുമില്ലേ പ്രെയർ സോങ്? ഓക്കെ, ആരിഫ അല്ലേ? ആരിഫ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. ഓക്കെ ഓക്കെ, വെരി ഗുഡ് കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. Thank you, ma'am. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് യൂണിറ്റ് 7 ആണ് കേട്ടോ. അപ്പോ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ജിഷാമിസ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഹെൽത്ത് കെയർ സംബന്ധിച്ചിട്ടുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഉണ്ടായിരുന്നു അല്ലെ? എന്താണ് നിങ്ങൾക്ക് ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിട്ടുള്ളത്? എടുത്തില്ല മാം. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പോ ഹെൽത്ത് കെയറില് വരുന്നത് യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് തന്നെ ഒരു പാരാഗ്രാഫിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെയാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെൻഷൻ, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പ്രിവെന്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്, നൽകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു എന്താ പറയാ ഒരു നമ്മുടെ ഡിസീസസുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളെ കുറിച്ചിട്ട് ഒരു ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ രോഗങ്ങളാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതല്ല, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം? ഒന്ന് ഷെയർ ചെയ്യാമോ എന്നോട്? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങള്, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ? രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കുറെ വാക്സിനേഷൻ ഉണ്ട്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ. പിന്നെ കുട്ടികൾക്കാണേലും ബർത്തിന് തന്നെ ഓരോ ഇത്, പിന്നെ 1.5 മാസം അങ്ങനെ ഓരോ വാക്സിനേഷൻ ഉണ്ട്. ഉണ്ട്. ഓക്കെ, ശരിയാണ്. ആരിഫ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? പല രീതിയിലും വരാം. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിസീസ് വരാം. അതിന് പലതരത്തിലുള്ള വാക്സിനും ഉണ്ട്.
ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് തുടങ്ങി നമ്മൾ വലിയവർക്ക്, സ്പെഷ്യലി കൊറോണ അതുപോലെയൊക്കെ റിലേറ്റഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് രേഷ്മ. ഇനി വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? പോളിയോ വാക്സിൻ പോലെ ഉള്ളത്. പോളിയോ വാക്സിൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് പറയുന്നത് ചില നോട്ട്സുകൾ നിങ്ങൾക്ക് ആദ്യം തരും. നിങ്ങൾ എങ്ങനെയാണ് ലെക്ചർ നോട്ടായിട്ടല്ലേ നിങ്ങൾ നോട്ട്സ് ചെയ്യുന്നേ? യെസ് മാം. അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ജനറൽ നോളജ്, അതായത് നമുക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് തന്നെയായാലും നമ്മൾ സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? നമുക്ക് എപ്പോഴും എന്താണ് സൊസൈറ്റി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ രോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം അതിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. അപ്പൊ ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ലൈഡിലേക്ക് വരാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ പറയുന്നത് WHO ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ പറയുന്നത്. WHO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അല്ലെ? WHO എന്ന് പറയുന്നത് നമ്മുടെ ലോകാരോഗ്യ സംഘടനയാണ്. അപ്പൊ ലോകാരോഗ്യ സംഘടന, അതായത് WHO ഒരു ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ആ ഒരു സംഘടന ഈ ഒരു രോഗങ്ങളെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, WHO ഡിഫൈൻസ് ഹെൽത്ത് ആസ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, ഒന്നുകൂടി പറയാം ഞാൻ. WHO ഡിഫൈൻസ് ഹെൽത്ത് ആസ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും, ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും സാമൂഹികപരമായിട്ടുള്ള സുസ്ഥിതി എന്നാണ്. അതായത് ഒരാള് ഫിസിക്കലി മാത്രമല്ല ആൾക്ക് എന്തുണ്ടായിരിക്കേണ്ടത്, വെൽനെസ്, അതായത് ഫിറ്റ്നസ് ഉണ്ടായിരിക്കേണ്ടത്, മറിച്ച് ആള് മെന്റലി ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് സോഷ്യലി ഇടപെടുന്ന രീതി, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടന ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ജസ്റ്റ് ആ ഒരു ഡെഫിനേഷൻ മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അത് ആവശ്യമുള്ളവർ മാത്രം നോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നേരത്തെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അതായത് രോഗങ്ങൾക്ക് കാരണമാകുന്ന ചില സൂക്ഷ്മ ജീവികളാണ് എന്തുണ്ടാക്കുന്നത്, ഈ ഒരു രോഗങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ് ബാക്ടീരിയ, വൈറസ്, ഫംഗി ആൻഡ് പ്രോട്ടോസോവ. ഇത്രയും കൂട്ടം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, നമ്മുടെ ബോഡിയിൽ രോഗങ്ങള് പിടിപെടാനായിട്ട് കാരണം. Okay, disease causing microorganism include bacteria, virus, fungi and protozoa. Okay, ഇനി നമ്മള് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതായത് പലതരത്തിലുള്ളതുണ്ട്. അതായത് അതിന്റെ ഒരു സ്പ്രെഡ്നെസ് അനുസരിച്ചിട്ട് എന്താണ് പല രോഗങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും, ഡിഫറൻസ് ഉണ്ടാകും ഓരോന്നിനുമായിട്ട്. അപ്പൊ നമ്മള് കേട്ടുവരുന്ന ഒരു എന്താ പറയാ, നമ്മുടെ സൊസൈറ്റിയിൽ ചില ടേമുകൾ ഉണ്ട് അതിന്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആർ ജനറലി നോൺ ആസ്, എന്താ പറയാ, വളരെ വേഗത്തില് സമൂഹത്തില് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ നമ്മളൊരു പേര് വിളിക്കും. ആർക്കെങ്കിലും അറിയാമോ എന്താണെന്നത്? അറിയാമോ? എന്താ പറഞ്ഞോ, തെറ്റാണെങ്കിലും പറഞ്ഞോ, നമ്മൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്ത് നിങ്ങൾക്ക് വിളിച്ചു പറയാം അല്ലെ? നമ്മളൊരു ഇന്ററാക്ഷൻ പോലെയാണ് ഈ ക്ലാസ് നടത്തുന്നത്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ് വളരെ വേഗത്തില് സമൂഹത്തില് പടർന്നു പിടിക്കുന്ന? അല്ല, ഇല്ല, അതിനൊരു ടേം ഉണ്ട്. ടേം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. വൈറൽ ഡിസീസ് ഓക്കെ, വൈറൽ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ആണ് അതൊക്കെ. ഇതെന്ന് പറയുന്ന ഒരു ടേം ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ നമ്മുടെ പത്രവാർത്തകളിലും ഒക്കെ കാണാറുള്ള ഒരു ടേം ആണിത് കേട്ടോ. ഒന്ന് ആലോചിച്ചു എന്താ പാത്തോജനിസ് അങ്ങനെ എന്തോ? ഇല്ല, പാത്തോജൻ അതല്ല കേട്ടോ. ഓക്കെ,
എപ്പിഡമിക് എന്ന് കേട്ടിട്ടുണ്ടോ? എപ്പിഡമിക് സ്കൂളിൽ ആ, പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോ കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് വെരി ക്വിക്ലി ആൻഡ് ജനറലി നോട്ട് എപ്പിഡമിക് അല്ലെ? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങള് പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? എപ്പിഡമിക് എന്നാണ് അല്ലെ? ഓക്കെ. ഓക്കെ. അപ്പൊ ആ ഒരു ടേം ആണ് അതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എപ്പിഡമിക് എന്ന് പറയുന്നത്. അതിൽ പെടും Okay. മാം. എന്താ? കോളറയൊക്കെ അതിൽ പെടുവോ? കോളറയൊക്കെ അതെ അതെ അതെ, കോളറയൊക്കെ അതിനകത്ത് പെടുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് ദാറ്റ് ടു എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി ഫോർ എ ലോങ് ടൈം ആൻഡ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Disease that do exist in society for a long time and cannot be completely eradicated. എന്താ പറയാ? അതായത് നമ്മുടെ സമൂഹത്തില് വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതും നമ്മൾക്ക് പെട്ടെന്ന്, അതായത് പൂർണ്ണമായിട്ടും നമുക്ക് അത് തുടച്ചു മാറ്റാൻ സാധിക്കാത്തതുമായ ചില രോഗങ്ങളുണ്ട്. അതിനൊരു ടേം പറയൂ കേട്ടോ. അതെന്താ? എൻഡമിക്. എൻഡമിക് കേട്ടോ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ രേഷ്മ. എൻഡമിക് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? എപ്പിഡമിക്കിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. എപ്പിഡമിക് എന്തായിരുന്നു? എപ്പിഡമിക് എന്തായിരുന്നു? സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഒരു എപ്പിഡമിക് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എൻഡമിക് എന്ന് പറഞ്ഞാല് ലോങ് ടേം ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വേറൊരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ്. അതായത് കാരണമറിയാത്ത രോഗങ്ങള്. നമ്മൾക്ക് ഒരു രോഗം വന്നു, ഒരു സൊസൈറ്റിയിൽ കുറച്ചു പേർക്ക് ഒരു രോഗം പിടിപെട്ടെന്ന് വിചാരിക്കാം. അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, അതിന്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ആ ഒരു ടേം എന്താ പറയാ? അതറിയാമോ ആർക്കെങ്കിലും? ഇഡിയോപാത്തിക്. ക്രിപ്റ്റോജനിക് ഡിസീസസ് കേട്ടോ. കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? പുതിയ അറിവാണ് ഇതൊക്കെ അല്ലെ? ഓക്കെ, സാരമില്ല, ഇതൊക്കെ പുതിയ അറിവുകളാണ്, പലർക്കും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ശേഖരിച്ചു വെക്കുക. ഇതൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ അന്വേഷിച്ച് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോ ഡിസീസ് ഓഫ് അൺനോൺ കോസ് ആർ നോൺ ആസ് ക്രിപ്റ്റോജനിക് ഡിസീസ് കേട്ടോ. കാരണമറിയാത്ത രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നേ? ക്രിപ്റ്റോജനിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറി വരുന്നതാണ് ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. അതെന്തായിരിക്കും? പാൻഡമിക്. പാൻഡമിക് കേട്ടോ. വെരി ഗുഡ്. പാൻഡമിക് ആണ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നേ? പാൻഡമിക് എന്ന് പറയുന്നത്. നമ്മുടെ കൊറോണയ്ക്ക് ഏത് വിഭാഗത്തിലാ വരുന്നേ? പാൻഡമിക് അല്ലെ? പാൻഡമിക് കാറ്റഗറിയിലാണ് ഇത് വരുന്നത് അല്ലെ? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് സ്പീഡൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോസ്പിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ എന്താണ്, ആശുപത്രികളിൽ നിന്ന് പകരുന്ന ചില രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാസോകോമിയൽ ഡിസീസ് കേട്ടോ. ആശുപത്രിയിൽ നിന്നൊക്കെ പെട്ടെന്ന് പടരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാസോകോമിയൽ ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വണ് ഒന്നുകൂടി പറയാം കേട്ടോ. ഡിസീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോസ്പിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് നാസോകോമിയൽ ഡിസീസ്. നാസോകോമിയൽ കേട്ടോ. ഡിസീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോസ്പിറ്റൽ. സ്പെല്ലിംഗ് ഒന്ന് പറയാം മാം? സ്പെല്ലിംഗ് പറയാലോ. NASOCHOMIAL. നാസോകോമിയൽ കേട്ടോ. NASOCHOMIAL നാസോകോമിയൽ.
ആശുപത്രികളിൽ നിന്ന് പടരുന്ന രോഗങ്ങളാണ് കേട്ടോ നാസോകോമിയൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ്. ആനിമൽസിൽ നിന്ന് പകരുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂണോസിസ് കേട്ടോ. സൂണോസിസ്. ആനിമൽസിൽ നിന്ന് നമ്മൾ, അതായത് മൃഗങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണത് സൂണോസിസ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് പറയോ? സ്പെല്ലിംഗ് പറയാലോ. ZOONOSIS. സൂണോസിസ് കേട്ടോ. ഓക്കെ. ലാസ്റ്റ് വൺ ഒരു പോയിന്റും കൂടി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ഡിസീസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ കോൾഡ് ആസ്, എന്ത് പറയാം നമ്മള്? റോങ് ലൈഫ് സ്റ്റൈൽ മൂലം നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഓക്കെ. ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും അറിയാം അല്ലെ? അതായത് നമ്മുടെ തെറ്റായ ജീവിത ശൈലി മൂലം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഉള്ള ഏറ്റവും എന്താണ് മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എന്ത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകള്? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. പിന്നെ അത് മാത്രമുള്ളോ? വേറെന്തെങ്കിലും ഉണ്ടോ? ക്യാൻസർ. ക്യാൻസർ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെ? ഓക്കെ. പിന്നെ കിഡ്നി എന്താ ദീപ്തി? കേട്ടില്ല മോളെ, എന്താ പറഞ്ഞേ? ലിവർ സിറോസിസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പിന്നെ സ്ട്രോക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ? അതെ പാവന, സ്ട്രോക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. ഞാൻ ആരെങ്കിലും അത് പറയുമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ. അപ്പോ നേരത്തെ പാവന പറഞ്ഞ പോലെ പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോ എന്താ പറയാ, നമ്മൾ ഡയബറ്റീസ് എന്ന് പറയും അല്ലെ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഡയബറ്റീസ് പേഷ്യന്റ് ഉള്ളത് അല്ലെ? അതായത് റോങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് എന്ത് പറയുന്നത്? ഈ ഒരു ഡയബറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഹൈപ്പർ ടെൻഷൻ അല്ലെ? ഹൈപ്പർ ടെൻഷൻ. പിന്നെ ഒബിസിറ്റി, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. പൊണ്ണത്തടി അല്ലെ? അത് നമ്മുടെ ഇവിടെ കൂടി വരികയല്ലേ ചെയ്യുന്നേ? ഒബിസിറ്റി അതും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പിന്നെ സ്ട്രോക്ക്, ഇത് അധികം ആർക്കും കോമൺ അല്ല, പക്ഷെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. ഇനി ഹാർട്ട് ഡിസീസസ്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെ? ഇപ്പൊ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് അല്ലെ? അതുപോലെ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്നതാണ്. പിന്നെ എന്താണ്? ക്യാൻസർ അല്ലെ? നമ്മുടെ ബോഡി പാർട്സിനെയൊക്കെ ബാധിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്നതും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നത് അല്ലെ? അതായത് ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ ക്യാൻസറും അതുപോലെ തന്നെ ഈ ഡയബറ്റീസും ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. മുമ്പൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്? എന്തെങ്കിലും ബന്ധപ്പെട്ട് ഫാമിലിയിലോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്? ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഭാവി തലമുറയ്ക്കും നമ്മൾക്ക് എന്താണ് കുറേ അധികം ആശയങ്ങൾ അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട്. നമ്മുടെ ഭാവി തലമുറയെ സംബന്ധിക്കുന്ന ഒരു മേജർ പ്രോബ്ലം ആണ് എന്ത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മളും നമ്മുടെ ഇനി വരുന്ന തലമുറക്കാരും ഒക്കെ എന്താണ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു മേജർ പ്രോബ്ലം ആണെന്ത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഹസ്ബൻഡിന് ഇതുപോലെ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. പിന്നെ ബിപിയും ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഡെയിലി വാക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡ് ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ പ്രഷറും വെയിറ്റും നന്നായിട്ട് ലോസ് ആയി. ഇപ്പൊ ഐഡിയൽ ഹൈറ്റും വെയിറ്റും ആണ് ഇപ്പൊ.
ആണല്ലേ? ഓക്കെ. ഇപ്പൊ എത്ര നാളായപ്പോ ഈ രോഗം ഡയഗ്നോസ് ചെയ്തിട്ട്? ഒരു 8 months ആയിട്ടുണ്ടാവും ഇപ്പൊ. ആണല്ലേ? ശരിക്കും പറഞ്ഞ ആള് ഞാൻ കളിയാക്കായിരുന്നു, 100 kg ആയിരുന്നു ആള്. അപ്പൊ ഞാൻ സെഞ്ചുറി എന്ന് പറഞ്ഞ എപ്പോഴും ഇങ്ങനെ കളിയാക്കായിരുന്നു. പിന്നെ ആൾക്ക് മനസ്സിലായി ആളുടെ ശരീരത്തിൽ ആള് ബാങ്കിലാണ് പിന്നെ ജോലി ചെയ്തത്. അപ്പൊ അതിന്റേതായ പ്രഷറും ഉണ്ട് ആൾക്ക്. അപ്പൊ ആള് എനിക്ക് സ്വയം മാറണം എന്ന് വെച്ചിട്ട് ആള് സ്വയം അങ്ങനെ വാക്കിംഗ് ആണ്. ഡെയിലി വന്നിട്ട് ഒരു 5 kilometers ആള് നടക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഫുഡ് നന്നായിട്ട് ഡയറ്റ് ചെയ്തിരുന്നു. കൂടുതൽ പപ്പായ ഒക്കെ നന്നായി കഴിച്ചിരുന്നു. അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ ആയിട്ട്, പപ്പായ. പപ്പായ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അത് നന്നായി കഴിച്ചിരുന്നു. ഏർലി മോർണിംഗ് ഒക്കെ കഴിച്ചു. വാക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാവിലെ എണീച്ച് നല്ല ചൂടുവെള്ളം ആള് കുടിക്കും. ഷുഗർ ടോട്ടലി ആള് അവോയ്ഡ് ചെയ്തിരുന്നു. ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ആള് 74 kg കറക്റ്റ് ആയിട്ട്. 74 kg അല്ലേ? ഫാറ്റി ലിവർ ടോട്ടലായിട്ട് മാറി. പിന്നെ BP മാത്രം ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യും. അത് പ്രഷർ കാരണം, ഓഫീസിലെ പ്രഷർ കാരണമാണ് അവരും പറയുന്നത്. പക്ഷെ അതിന് മാത്രം മെഡിസിൻ എടുക്കുന്നുണ്ട്. മെഡിസിൻ ഇപ്പൊ ഫാറ്റി ലിവറിന്റെ മെഡിസിൻ ഉണ്ടായിരുന്നു രേഷ്മ? ഉണ്ടായി. ഫസ്റ്റ് അവര് പറഞ്ഞു, പക്ഷെ ആള് പറഞ്ഞു എന്നെ കൊണ്ടത് സാധിക്കും, ഞാൻ തന്നെ അത് കൺട്രോൾ ചെയ്തോളാന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. വാക്കിംഗ് മെയിൻ ആയിട്ട് വാക്കിംഗ് ആയിരുന്നു ഫുഡായിട്ട്. അതുപോലെ നടക്കുമായിരുന്നു അല്ലേ? ഡെയിലി ഇപ്പോഴായാലും ഡെയിലി നടക്കും. അതാണ് ആൾക്ക്, നടന്നാലാണ് എനർജി ആള് പറയുന്നത്. അപ്പൊ ആള് തന്നെ നല്ല ഇൻസ്പിറേഷൻ ആയി എല്ലാവർക്കും. കാരണം ആദ്യം അത്രയ്ക്കും കളിയാക്കി, നടക്കാൻ പോകുമ്പോ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു, ഇത്രയും വെയിറ്റ് കൂടിയ ആള്. പക്ഷെ ആള് തന്നെ അത് കുറച്ചപ്പോ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. അത്രയ്ക്ക് നന്നായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയാൻ? ഇപ്പൊ രേഷ്മ പറഞ്ഞില്ല, അതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടോ? മാം, എന്റെ മദർ ഇൻ ലോ, ഹസ്ബൻഡിന്റെ അമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ്. ഇപ്പൊ ചുരുങ്ങിയത് ഒരു 30 കൊല്ലായി. പക്ഷെ 2000-ലാണ് ആദ്യമായിട്ട് വന്നേന്ന് പറയണേ. അന്ന് ഡോക്ടർ പറയണു 6 മാസത്തേക്ക് ആള് ജീവനോടെ ഉണ്ടാവുള്ളൂ. പക്ഷെ അമ്മയുടെ എന്തോ വിൽ പവർ കൊണ്ടും, അമ്മ ഭയങ്കര മെച്ചൂരിറ്റിയാണ്, ഭയങ്കര വിൽ പവർ അമ്മയ്ക്ക്. അത് കാരണം ഇപ്പൊ ഇത്രയും വർഷമായി ആൾക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ആള് നല്ല ഇതായിട്ട് നടക്കാണ്. ഞങ്ങൾക്കും അത് ഒരു ഇതാണ്. അമ്മയുടെ ആ ഒരു ഇത് കണ്ടാണ് ഞങ്ങളും ഫോളോ ചെയ്യുന്നത്. നമ്മളെ മുൻതലമുറക്കാരെ കണ്ടിട്ടാണല്ലോ നമ്മളും ഇതാകുന്നത്, അതായത് മോട്ടിവേറ്റഡ് ആവുന്നത്, ഇൻസ്പയർഡ് ആവുന്നതൊക്കെ അവരെ കണ്ടിട്ടാണല്ലോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും വേറെ ഉണ്ടോ? ഇല്ല, രണ്ടുപേര് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോ ഇപ്പോ നേരത്തെ രേഷ്മ പറഞ്ഞ പോലെ രേഷ്മയുടെ ഹസ്ബൻഡ് എന്താണ്, ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, മെഡിസിൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, അദ്ദേഹം തന്നെ സ്വയം എഫേർട്ട് എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇപ്പൊ 100 kg നിന്ന് 74 kg ആയെന്ന് പറഞ്ഞല്ലേ. അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട് എക്സസൈസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ ചെയ്യുന്നുണ്ട് മാം. ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട് അല്ലേ? ഏത് സമയാ ചെയ്യുന്നേ? രാവിലെ എഴുന്നേറ്റ് ചെയ്യും, അതിനുശേഷം എക്സസൈസ്. എങ്ങനെയാ ചെയ്യുന്നേ? ജിമ്മിൽ പോവാണോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെ മോർണിംഗിൽ വാക്ക് ചെയ്യും, അത് കഴിഞ്ഞ ശേഷം എക്സസൈസും ആണല്ലേ, വാക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. ഇനി അല്ലാതെ എങ്ങനെയുള്ള, ഇപ്പൊ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ടോ? ജിമ്മിൽ പോകുന്നുണ്ട് മാം. ജിമ്മിൽ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പൊ എത്ര നാളായി അപ്പൊ പോകുന്നത് നിങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോനിഷ് എത്ര നാളായി? 3 months ആയി. എങ്ങനെയുണ്ട് ഇപ്പൊ പോയിട്ട്? മാറ്റം എന്താണ്? പോയിട്ട് മാറ്റം, എനിക്ക് തൈറോയിഡിന് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ഒരു 5 kg കുറക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നാലും മെഡിസിൻ അധികം എടുക്കണ്ട, എക്സസൈസും ഫുഡും കൺട്രോൾ ചെയ്താൽ മതി എന്നാ പറഞ്ഞിരുന്നത്. ആണല്ലേ? ചെയ്തിട്ട് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഓക്കെ. ഈ മോനിഷയ്ക്ക് എങ്ങനെയായിരുന്നു ഈ ഫാറ്റി ലിവറിന്റെ സിംറ്റംസ് വന്നിരുന്നത്? ഇപ്പൊ നേരത്തെ രേഷ്മ പറഞ്ഞു ഹസ്ബൻഡിന് ഇതാണ്. എങ്ങനെയാണ് ഈ സ്ത്രീകളിൽ ഇത് വരുന്നത്? ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ കുറവായിരുന്നു. ഞാൻ അങ്ങനെ മധുരമുള്ള ഫുഡോ അങ്ങനെ അധികം ഒന്നും കഴിക്കാത്ത ആളാ.
പക്ഷെ ഇതുപോലെ അത് വയറുവേദനയായിട്ട് തുടങ്ങിയതാ. അപ്പൊ സ്റ്റോണിന്റെ ഉണ്ടായിരുന്നു, ഇൻഫെക്ഷൻ ഒക്കെ ആണെന്ന് പറഞ്ഞ് പോയിരുന്നു. അങ്ങനെ മന്ത്ലി 2 ടൈംസ് എനിക്ക് പെയിൻ വരും. അങ്ങനെ വന്ന് അപ്പൊ എല്ലാരും സ്റ്റോൺ ആണെന്ന് പറഞ്ഞിരുന്നിരുന്നു. പക്ഷെ അത് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് ഡോക്ടറെ കണ്ടപ്പോ MRI ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ആ സ്റ്റോണിന്റെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവർ 2nd സ്റ്റേജിലായിരുന്നു. അതുകൊണ്ടാണ് പെയിൻ എന്ന് അവര് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു കുറച്ച് മെഡിസിൻ എടുത്തു, പിന്നെ എക്സസൈസ് നല്ലോണം ചെയ്താലേ കുറയുള്ളൂ എന്ന് അവര് പറഞ്ഞു. എനിക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് 59 ആയിരുന്നു, 53 വരെ ആക്കാൻ പറഞ്ഞു. 53 ആയി. പിന്നെ അതിനുശേഷം കുറച്ച് ലാഗ് ആയപ്പോ വീണ്ടും വെയിറ്റ് കൂടി, 63 വരെ എത്തി. അപ്പൊ ഇപ്പൊ വീണ്ടും തൈറോയിഡും കൂടി, ഫാറ്റി ലിവറും കൂടി. ഇപ്പൊ പക്ഷെ കുറച്ച് ഒരു 3 മാസമായിട്ട് കൺട്രോൾഡ് ആണ്. അല്ലേ? കൺട്രോൾഡ് ആണ്. ഇത് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള വേദനയാണോ വരുന്നത്? സെയിം ആ വേദന തന്നെ, ഒരു സൈഡിലെ വേദന വരുള്ളൂ. ഒരു സൈഡിലല്ലേ? ബാക്ക് പെയിൻ അതുപോലെ അങ്ങനെയുള്ള ബാക്ക് പെയിനും ഉണ്ടാവുന്നു. ലേഡീസ് ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ കുറവായെന്ന് പറഞ്ഞിട്ട് പെയിൻ വരുമ്പോ അപ്പൊ തന്നെ നമ്മ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് ആദ്യമേ നമ്മ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോണോ ആണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടപ്പോ ജസ്റ്റ് നമ്മ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തതാണ്. അപ്പൊ നോക്കിയപ്പോഴാണ് ഫാറ്റി ലിവറിന് 2nd സ്റ്റേജ് ആയിരുന്നു. പക്ഷെ നമ്മൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഇത് വരുള്ളൂ എന്ന് വിചാരിക്കും. ഫാറ്റി ലിവർ നിൽക്കുമ്പോൾ കൊളസ്ട്രോൾ, പക്ഷെ എനിക്ക് കൊളസ്ട്രോൾ കുറവാണ്. അങ്ങനത്തെ കൊളസ്ട്രോൾ ഫുഡ് അതൊന്നും കഴിക്കില്ല. മീറ്റ് അതൊക്കെ ഭയങ്കര കുറവാ കഴിക്കുന്നത്. ചിക്കൻ. എവിടെ ലെഫ്റ്റ് സൈഡ് ആയിരുന്നോ വേദന മോനിഷ? ലെഫ്റ്റ് സൈഡാ വേദന വരുന്നത്. അതെയോ? ഓക്കെ. അപ്പൊ കണ്ടപ്പോ ആ കുട്ടി അത് ഷെയർ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കാരണം നമ്മളിത് അറിയില്ല. അതായത് പുരുഷന്മാരിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല കേട്ടോ, സ്ത്രീകളിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ മോനിഷയോട് ചോദിച്ചത് എന്തൊക്കെയാണ് സിംറ്റംസും കാര്യങ്ങളും എന്നൊക്കെ കേട്ടോ. അപ്പൊ ഇൻഫെക്ഷൻ വരുന്നത് എങ്ങനെയായിരുന്നു? പേരെന്താ? എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ വൈകിട്ടാണ് കേറിയത്, അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് പറഞ്ഞൊന്നും കേട്ടില്ല. ഞാൻ ഇന്ന് ഫസ്റ്റ് ക്ലാസ് എന്റെ കേട്ടോ. മോനിഷ, എങ്ങനെയാണ് ടൈം എങ്ങനെയായിരുന്നു ഇത് വരുന്ന ഇതിനൊരു വേദന വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്? ഇപ്പോ ജസ്റ്റ് ചെറിയ പെയിൻ ആയിട്ട് തുടങ്ങുള്ളൂ. ചെറിയ പെയിൻ ആയിട്ട് തുടങ്ങി ചിലപ്പോ ഗ്യാസിന്റെ വിചാരിക്കും, ഗ്യാസിന്റെ പ്രോബ്ലം എന്ന് വിചാരിക്കും. പക്ഷെ അത് ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും മനസ്സിലായി, ബാക്കിൽ നിന്ന് ചെറിയൊരു പെയിൻ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ അടിവയറിന്റെ അവിടേക്ക് ആയിട്ട് വരും, അബ്ഡോമിന്റെ അവിടേക്ക് ആയിട്ട് ശരിക്കും പെയിൻ വന്നിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് കുറയണ പോലെ തോന്നും. പിന്നെ കുറച്ച് ഫുൾ ടൈം ഞങ്ങൾക്ക് ഈ ഓഫീസിൽ ഇരുന്നായോണ്ട് വെള്ളം കുടിക്കൽ കുറവാണ്. ഫസ്റ്റ് തന്നെ വേദന വരുമ്പോ ഫസ്റ്റ് നമ്മൾ തന്നെ പറയും സ്റ്റോൺ ആണ്. വീട്ടിലെല്ലാരും പറയും സ്റ്റോണിന്റെ വേദനയാണ്, വെള്ളം കുടിക്കാനിട്ടാണെന്ന് പറയും. അപ്പൊ നമ്മൾ പിന്നെ പിറ്റേ ദിവസം ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ അടുപ്പിച്ച് കുടിച്ചു കഴിയുമ്പോൾ ആ പെയിനൊരു റിലീഫ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നപ്പോഴാണ് നോക്കിയത്. എന്നുവെച്ചാൽ ഫാറ്റി ലിവർ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ അധികം ഫുഡ് മധുരം കഴിക്കേ, ബീഫോ പൊരിച്ചതോ വറുത്തോ അങ്ങനൊന്നും കഴിക്കാത്ത ആളാ. അപ്പൊ ഇത് ഇങ്ങനെ ചിന്തിക്കണില്ലല്ലോ, കൊളസ്ട്രോളിലൊന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാവരും പറയുന്ന ഡ്രിങ്ക്സ് ആണുങ്ങൾക്കാണല്ലോ കൂടുതൽ വരുന്നത് ഫാറ്റി ലിവർക്ക്, ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക്. അങ്ങനെയൊക്കെയാണ് പൊതുവെ ഒരു ധാരണ എല്ലാവർക്കും ഫാറ്റി ലിവർ വരുന്നത്. എനിക്ക് 2nd സ്റ്റേജ് ആയിപ്പോയി ഇത് കൺട്രോൾ ചെയ്യുന്നപ്പോ. ഇപ്പൊ എങ്ങനെയാണ് എന്നിട്ട് ആൾപ്പ് ചെയ്തിട്ട് എനിക്ക് 2nd സ്റ്റേജിൽ നിന്ന് 1st സ്റ്റേജിന്റെ എനിക്ക് വന്ന് ഫുള്ളായിട്ട് മാറിയിട്ടില്ല. വന്നാലും ബോർഡർ ലെവലാണ്, കുഴപ്പമില്ല. മെഡിസിൻ ഒന്നും എടുക്കേണ്ട അവസ്ഥയില്ല, കുഴപ്പമായിട്ട് ശരിയായിട്ടുണ്ട്. അപ്പൊ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജിമ്മില് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസുകൾ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവരോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഫാറ്റി ലിവർ? എക്സസൈസ് അല്ല, വെയിറ്റ് കുറയ്ക്കാനാ മെയിൻ ആയിട്ട് പറഞ്ഞേക്കണേ. വെയിറ്റ് കുറഞ്ഞാൽ ഫാറ്റില് പോകും. പിന്നെ ഫുഡ് ഒന്ന് മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുക, ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. അതവര് പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാനാ മെയിൻ പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഡയറ്റ് എങ്ങനെയാ ചെയ്യുന്നത്? ഡയറ്റ് രാവിലെ ഓട്സ് കഴിക്കും, ഉച്ചയ്ക്ക് കുറച്ച് റൈസ് കഴിക്കും, വൈകിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ പിന്നെ എഗ് വൈറ്റ് രാവിലെ വൈകിട്ട് എഗ് വൈറ്റ് മാത്രം കഴിക്കും. അങ്ങനെ ചെയ്യുന്നത്. ഇത് ആദ്യമേ ഇത് ചെയ്യാൻ പറ്റിയിരുന്നോ? അതായത് നമ്മളിങ്ങനെ ഇതായിട്ട് യൂസ്ഡ് അല്ലല്ലോ. ഫസ്റ്റ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ 4 നേരം ചോറ് കിട്ടി അങ്ങനെ കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഫസ്റ്റ് പിന്നെ ഓട്സ് കഴിക്കുക, പിന്നെ ഉച്ചയ്ക്ക് റൈസ് എന്തായാലും കുറച്ച് കഴിക്കും, വൈകിട്ട് എന്തായാലും ചോറ് വേണമെന്ന്. അപ്പൊ ആദ്യത്തെ ഒരു മാസമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് ശീലമായപ്പോ ഫുഡ് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എത്ര ഇരുന്നാലും കുറച്ചാവുമ്പോ കഴിക്കാൻ പറ്റില്ലത്.
ഇതേപോലെ ചിയാസീഡിന്റെ വെള്ളം കുടിക്കും ചിയാസീഡ് ഇട്ടിട്ട്. അപ്പൊ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല, നല്ലോണം കൺട്രോൾഡ് ആണ് വിശപ്പ്. മോർണിംഗിൽ തന്നെ ചിയാസീഡ് ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നല്ല ഉച്ചയ്ക്ക് ഒരു 12 മണി വരെയൊക്കെ വിശക്കില്ല ശരിക്കും, ഫുഡ് കൺട്രോൾ ഉണ്ടാവും. അതപ്പോ ശരിക്കുമുള്ള സംഭവമല്ലേ ചിയാസീഡിന്റെ ഒരു സംഭവം? നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ മെറ്റബോളിസം എനിക്ക് തോന്നുന്നത് ഇൻക്രീസ് ചെയ്യും അല്ലേ? ശരിയാണ്. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫുഡാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണോ നിങ്ങളുടെ മറ്റുള്ളവരുടെയൊക്കെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ? ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അല്ലല്ലേ? ഓക്കെ, ഇപ്പൊ മോനിഷ് പറഞ്ഞില്ലേ? പറഞ്ഞു, നസീമ പറഞ്ഞു. ഉണ്ട്. നമ്മള് അങ്ങനെ ഫുഡ് ചോറ് കുറച്ചിട്ട് കഴിക്കും, ഉച്ചക്ക് മാത്രം കുറച്ച് കഴിക്കും. അപ്പൊ അതാണ്. പിന്നെ നമ്മള് അരി ഭക്ഷണം കുറക്കുക. ഇപ്പൊ ഏറ്റവും നമ്മുടെ റെഡ് റൈസ് ഇല്ലേ, മട്ടരി എന്ന് പറയുന്ന, അതാണ് ഇപ്പൊ ഫാറ്റി ലിവർ ഉള്ള എന്റെ ബ്രദറിന് ഉണ്ടായിരുന്നു. അപ്പൊ ഫാറ്റി ലിവർ ഉണ്ടായപ്പോ ബ്രദർ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ കോറ കൊണ്ട് റാഗി കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കുക, അങ്ങനെ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായപ്പോ പിന്നെ എക്സസൈസ് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോ ഫാറ്റി ലിവർ ഒക്കെ കുറഞ്ഞല്ലേ? ഇനി അടുത്തത് ഖൈറുന്നീസ, എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോ. മാം റൈസ് മൊത്തമായിട്ട് അങ്ങ് ഒഴിവാക്കിയാൽ ഭാരം നല്ലതുപോലെ കുറയും. നമ്മളെ കേൾക്കുന്നില്ല, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടി വെച്ചെത്തി പറയോ. റൈസ് നല്ലതുപോലെ കുറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചപ്പാത്തി, ഉപ്മാവ് അങ്ങനെ വല്ലതുമായിട്ട് തോന്നുന്നുണ്ട്. ശരി, ക്ലിയർ ആവുന്നില്ല. എക്കോ ഒരു മുറിഞ്ഞു പോകുന്ന പോലെ, എക്കോ ഉള്ള പോലെ അത് വരുന്നുണ്ടോ? ഓക്കെ, അപ്പോ അപ്പൊ നമ്മളിപ്പോ കുറച്ചു പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ചു പേർക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് ഒരു ബാലൻസ്ഡ് ഡയറ്റും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാമല്ലേ നമ്മുടെ വെയിറ്റിനനുസരിച്ച് അല്ലെ, നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന ഒരു ഏജിൽ ഇത്ര ഇതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ഓവർ വെയിറ്റ് ആയാലാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ പിന്നെ നേരത്തെ മോനിഷ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് മോനിഷ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പൊ നമ്മൾ പലരും ഇത് തന്നെയാണ്, നമ്മൾ പലരും അറിയാതെ പോകുന്നു. അതായത് നമ്മൾക്ക് കുറച്ച്, അതായത് ഒന്നാമത് ചൂട് സമയമൊക്കെയാണ്, വെള്ളം കൂടി നമുക്ക് ധാരാളം കുറവായിരിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ട സമയമാണ്, ഭയങ്കര ചൂടല്ലേ ഇപ്പൊ. അപ്പൊ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ. ഒരു കാര്യം കൂടി ഷെയർ ചെയ്തോട്ടെ. പറഞ്ഞോളൂ നസീമ, പറഞ്ഞോളൂ. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത്. BP, ഷുഗർ, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളെയൊക്കെ അവരൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കൊളസ്ട്രോൾ വന്നിട്ട് ഹൈ ആയിരുന്നു. ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാണ്, അപ്പോഴാണ് അറിഞ്ഞത് കൊളസ്ട്രോൾ ഉള്ളത്. പിന്നെ ഞാന് ഡയറ്റ് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. പിന്നെ അതേപോലെ നമ്മൾ ഈ തവിടെണ്ണ ഇല്ലേ, ബ്രാൻഡ് ഓയിൽ, അത് യൂസ് ചെയ്തു. പിന്നെ അതേപോലെ നമ്മൾ ഈ കറിവേപ്പില വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോ ശരിക്കും എനിക്ക് ഹൈ പറയുമ്പോൾ 300-ന് മുകളിലാവും. എനിക്ക് അതങ്ങനെ ഒരു മാസമൊക്കെ കണ്ടിന്യൂഷൻ ചെയ്തപ്പോ ചോറ് ഫുഡ് ഞാനിപ്പോ 2 നേരമൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, അതായത് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു, റൈസ്. അപ്പൊ അതൊക്കെ നിർത്തി, പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചു. അപ്പൊ എനിക്ക് പിന്നെ 176 അങ്ങനെ കൊളസ്ട്രോള് ലെവല് അത്രയായി. 200-നുള്ളിലാണ് വേണ്ടത്. അപ്പൊ പക്ഷെ ഞാൻ മെഡിസിനിക്കൊന്നും പോവാണ്ട് തന്നെ അങ്ങനെ നമ്മള് ഭക്ഷണത്തിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മെഡിസിനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിപ്പോ ഷുഗർ ആണെങ്കിലും പിന്നെ ഇതാണെങ്കിലും BP ആണെങ്കിലും എല്ലാം അത് തന്നെയാ. കാരണം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ചെക്കപ്പ് നടത്തണം, അത് നല്ലതാ. ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ ഒരുപാട് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ ഇതാവുമ്പോ എനിക്കത് എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം കൊളസ്ട്രോൾ അത്രയും ഉണ്ടായിട്ട് ഞാനിങ്ങനെ ചെയ്തപ്പോ എനിക്കത് 176 കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ തന്നെ നിയന്ത്രിച്ചാൽ പറ്റും. അതാണ്.
ശരിയാണ് നസീമ പറഞ്ഞത്. ഇപ്പൊ നസീമ പറഞ്ഞത് ഒരു പോയിന്റ് ആണ്. 30 വയസ്സിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ എന്തായാലും സ്ത്രീകൾ എന്തായാലും എന്ത് ചെയ്തിരിക്കണം? ഒരു ചെക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലെ? നമ്മള് നമ്മുടെ ഫാമിലിയെ നോക്കുന്ന ആ ഒരു ഇത്, കാരണം എന്താണ്, അവരുടെ കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? ആരായാലും അത് തന്നെയാണ്, ഫാമിലി അല്ലെ, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കള്, അത് കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കൂ അല്ലെ? അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ഇവിടെ അല്ലെ? അങ്ങനെ തന്നെയല്ലേ എല്ലാവരും? പിന്നെ മാം ഒരു കാര്യം കൂടെ, കാരണം നമ്മളില്ലേ ഈ മെഡിസിൻ നമ്മളിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ മെഡിസിനിലേക്ക് പോകേണ്ടി വരും, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേടിയായിരിക്കും ചിലർക്ക്. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതില്ല എന്ന് മനസ്സിലാക്കി അതിൽ കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭക്ഷണത്തിൽ നിയന്ത്രിച്ചാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ലാന്ന് പറയുമ്പോൾ BP കൂടി നമുക്ക് സ്ട്രോക്ക് വരും, അല്ലെങ്കിൽ പിന്നെ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്ലോക്കിന്റെ അറ്റാക്കിന്റെ പ്രശ്നങ്ങൾ വരും. അതൊക്കെ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് ശ്രദ്ധിക്കാണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ്. എല്ലാവർക്കും പേടിയാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാൻ തന്നെ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും, നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അത് പേടിയല്ല. അപ്പൊ ഞാൻ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അത് കുഴപ്പമില്ല, നിങ്ങൾ ഭക്ഷണത്തിൽ നിയന്ത്രിച്ചാൽ മതി, മെഡിസിനിലേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ ഓരോരുത്തർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഹൈ ഒക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പിന്നെ ചെക്ക് ചെയ്ത് അവർ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഭക്ഷണത്തെ നിയന്ത്രിച്ച് വരുമ്പോൾ പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ശരിയാണ് നസീമ പറഞ്ഞത് കേട്ടോ. അതായത് ചിലവരെന്ത് ചെയ്യും, പേടിച്ചിട്ട് എന്ത് ചെയ്യില്ല, ചെക്ക് ഒന്നും ചെയ്യാനായിട്ട് അവരങ്ങോട്ട് മുന്നോട്ട് വരില്ല. പക്ഷെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇപ്പൊ എയർലി ഡയഗ്നോസ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്നൊക്കെയാണ് നമ്മൾ രോഗം കണ്ടെത്തുന്നതെങ്കിൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗത്തെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലോ അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിലോ ഒക്കെയാണ് നമ്മൾക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി എന്താണ് റിക്കവർ ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ വേണ്ട വെള്ളമാണോ ശരിക്കും പറഞ്ഞാൽ? വാട്ടർ ആണോ ഏറ്റവും കൂടുതൽ വേണ്ടത്? വാട്ടർ ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ. ഭക്ഷണത്തെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ 1 നേരം 2 നേരം ഭക്ഷണം കഴിച്ചാലും നമ്മൾ ശരിക്കും വെള്ളം കുടിക്കണം എന്നാണ് പറയണത്. നമ്മുടെ ശരീരത്തിൽ വേർക്കുമ്പോഴാണെങ്കിലും അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ പിന്നെയും നമ്മളത് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുന്നത്. ശരിയാണ്. അതായത് നമ്മുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത് കേട്ടോ. അത്രയും വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം. എനിക്ക് തോന്നുന്ന ഒരു 50 kg ഒക്കെ വരാണെങ്കിൽ 1.5-2 ലിറ്ററിനുള്ളില് ഒരു ദിവസം നിങ്ങൾ ഇൻടേക്ക് ചെയ്തിരിക്കണം വാട്ടർ എന്ന് പറയുന്നത്. അതാണ് കണക്കെന്ന് പറയുന്നത് കേട്ടോ. ഒരു 70 കിലോ അല്ലെങ്കിൽ ഒരു 75-75 kg ഒക്കെ ആണെങ്കിൽ ഒരു 3-3.5 ലിറ്റർ കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മർ ഈ ഒരു സമയമാണല്ലോ, വേനൽക്കാലമാണല്ലോ, അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ അളവ് കുറച്ചും കൂടി കൂടുന്നു. കാരണം ഡീഹൈഡ്രേഷൻ നടക്കുകയാണ് അല്ലെ, ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യാണ്, വിയർപ്പിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്ത് പോവുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് കൂട്ടുന്നതാണ്. അതായത് വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഇൻടേക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ ദാഹം, എനിക്ക് ഇത്രയും മതി വെള്ളം, അതല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ വെയിറ്റ് എത്രയാണോ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വെയിറ്റ് 20 കിലോയ്ക്ക് 1 ലിറ്റർ വാട്ടർ, അങ്ങനെയാണ് കണക്ക്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണോ കണക്ക്? പറയാറ്. അങ്ങനെയാണല്ലേ? ഓക്കെ. എന്താ മോളിപ്പോ പറയാ ഹീന, ഒന്നും കൂടി പറഞ്ഞോന്ന്. 20 കിലോന് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം അല്ലെ? ഓക്കെ താങ്ക് യു. അപ്പൊ ഇവിടെ പറഞ്ഞു 20 കിലോയ്ക്ക്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ, ഞാൻ ബേസ് അറിയാവുന്ന മുമ്പ് എന്തോ വായിച്ചൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് 20 കിലോഗ്രാം ആണ് ഉള്ളതെങ്കിൽ അതിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നിങ്ങളുടെ വെയിറ്റ് നോക്കുക, വെയിറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ കുടിക്കുക. കാരണം ധാരാളം എന്താണ് വെള്ളം പോകുന്ന ഒരു സമയമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളം തന്നെയാണ്. വെള്ളം എന്ന് പറയുന്നത് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും. അതുകൂടാതെ നമ്മുടെ ഇപ്പോ ഇവിടെ ആരാ പറഞ്ഞത്, രേഷ്മ പറഞ്ഞിരുന്നു, ആളുടെ ഹസ്ബൻഡ് രാവിലെ തന്നെ അല്ലെ ഹോട്ട് വാട്ടർ കുടിക്കുമായിരുന്നു അല്ലെ? അതെ അതെ. ഹോട്ട് വാട്ടർ കുടിക്കാന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിനുള്ളിലെ ടോക്സിൻസ് ഉണ്ട്, വിഷപദാർത്ഥങ്ങളുണ്ട്, അതിനെ ഇരിച്ചു കളയാനായിട്ട്, കത്തിച്ചു കളയാനായിട്ട് നമ്മളിപ്പോ സാധാരണ എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മള് വാക്കിങ്ങോ അല്ലെങ്കിൽ ജോഗിങ്ങോ അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോഴും എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിലെ ഫാറ്റുകൾ എന്ത് ചെയ്യാണ്, ഇരിച്ചു കളയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മളൊന്ന് ഓടിയാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് ചാടിയാലോ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാലോ എന്ത് ചെയ്യാണ്, ധാരാളം വിയർപ്പ് അല്ലെ, അത് പുറത്തേക്ക് വരുന്നുണ്ട്.
അത് വരുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളം വെള്ളം എന്ത് ചെയ്യണം, ഇൻടേക്ക് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്താണ്, വെള്ളം ധാരാളമായിട്ട് കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് വിശപ്പിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ലോസും അക്കൂട്ടത്തില് നടക്കും എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം ഇതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വെള്ളം ധാരാളം കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഹോട്ട് വാട്ടർ ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ കുടിക്കുന്നത് നമ്മുടെ ടോക്സിൻസ്, ശരീരത്തിനുള്ളിലെ വിഷപദാർത്ഥങ്ങൾ ഇരിച്ചു കളയാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ ആണ്. ഇനി കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒരു ലെമൺസ് യൂസ് ചെയ്തിട്ട് ഒരു ഹണി വേണമെങ്കിൽ മാത്രം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോ സിനമൺ ഉണ്ടല്ലോ, കറുവാപ്പട്ട എന്ന് പറയില്ലേ നമ്മള്, അതിന്റെ പൗഡറോ അല്ലെങ്കിൽ അതൊരു പീസോ ഇട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കാം. ജീര വാട്ടർ കുടിക്കാം. ഇതൊക്കെ രാവിലെ നമ്മളൊരു ചായക്ക് പകരം നമ്മുടെ കോഫി അല്ലെങ്കിൽ ടീ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക. ഷുഗർ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഷുഗർ കണ്ടന്റ് ചിലപ്പോ അതായത് നമുക്ക് ആ ഒരു ഷുഗർ എന്ന് പറയുന്ന സാധനം നമുക്ക് തീർത്തും അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പതുക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചായയില് ഒരു ടീസ്പൂൺ ഷുഗർ ആണ് ഇടുന്നതെങ്കിൽ നേരെ ഹാഫ് ടീസ്പൂൺ ആക്കാം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ആക്കാം. അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ചായക്ക് പകരം അല്ലെങ്കിൽ കോഫിക്ക് പകരം രാവിലെ തന്നെ ഈ ഒരു ഹോട്ട് വാട്ടർ കുടിക്കാൻ നോക്കാം. അത് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കുടിച്ചു നോക്കിയേ, ശരീരത്തിൽ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് അല്ലെ, അതായത് കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണം, കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അല്ലെ. അതായത് രാവിലെ നമ്മളിപ്പോ റൈസ് തീരെ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള റൈസ് വേണം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഇതിൽ വേണം. കാർബോഹൈഡ്രേറ്റ് വേണം, ഫൈബർ വേണം, അങ്ങനെയുള്ള വിറ്റാമിൻസ് വേണം, മിനറൽസ് വേണം. എല്ലാ സംഭവങ്ങളും കൂടി ഉണ്ടാവുമ്പോഴാണ് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഭക്ഷണങ്ങളൊന്നും തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇതാക്കണമെന്നില്ല. എന്തെങ്കിലും നേരത്തെ രേഷ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഫാറ്റി ലിവറോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു കണ്ടീഷൻ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ എന്താണോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് ആ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മൾ കഴിക്കുന്നതിന്റെ എന്താ പറയാ, ഫുള്ളായിട്ട് കഴിക്കണം എന്നല്ല പറഞ്ഞു. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു 4 ഇടിയപ്പം ആയിരിക്കും കഴിക്കുന്നത്. അതിന്റെ പകുതി 2 ഇടിയപ്പം ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എന്താണ്, ഒരു പോർഷൻ കൺട്രോൾ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മള് ഭക്ഷണം ടേക്ക് ചെയ്യുന്നത് മാറ്റുക. പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ പാടെ ഒഴിവാക്കുക. പ്രോട്ടീൻ ആയിട്ടുള്ള ഇപ്പൊ കടല, പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് കൂടുതലായിട്ട് ഭക്ഷണത്തില് ഇതാക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ തൈര് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് എനിക്ക് തോന്നുന്നു പറ്റില്ലെന്ന് തോന്നുന്നു തൈര്. എന്നാലും തൈര് എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തൈര് എന്ന് പറയുന്നത്. ഡയറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലായിട്ട് തൈര് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുക്കുംബർ, നമ്മുടെ പ്രധാനപ്പെട്ട വെയിറ്റ് ലോസിന്റെ ഒരു സംഭവമാണ് കുക്കുംബർ എന്ന് പറയുന്നത്. കുക്കുംബർ ഇപ്പോ കട്ട് ചെയ്ത് കഴിക്കാൻ സാധിക്കാത്തവരെന്ത് ചെയ്യുക, കുക്കുംബറും അതുപോലെ തന്നെ എന്താണ് പുതിനയുടെ ഇലയൊക്കെ എന്ത് ചെയ്യാം ആഡ് ചെയ്തിട്ട്, നാരങ്ങ ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ട്, ഇപ്പൊ എന്താണ് വേനലല്ലേ, സമ്മർ അല്ലേ, അപ്പൊ എന്ത് ചെയ്യാം ജ്യൂസ് ആയിട്ട് മിക്സിയിലൊന്ന് കറക്കിയിട്ട് എന്ത് ചെയ്യാം കുടിക്കാം. അപ്പൊ ആ കട്ട് ചെയ്ത് കഴിക്കേണ്ട ഒരു വിഷമൊക്കെ നമുക്ക് മാറി കിട്ടും. പെട്ടെന്ന് തന്നെ എന്താണ് നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വെയിറ്റ് ലോസും ഉണ്ടാവും, നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താല്. പിന്നെ നമ്മൾക്ക് ഏറ്റവും വിശപ്പ് തോന്നുന്ന ഒരു സമയം എന്ന് പറയുന്നത് വൈകിട്ടത്തെ സമയമാണ് അല്ലെ. നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് നമ്മള് പഠിക്കാനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് തിരിച്ചു മടങ്ങുമ്പോഴോ എന്താണ് ഈ വൈകുന്നേരത്തെ സമയം, ഈവനിങ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വാരി വലിച്ച് തിരുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയം എന്ത് ചെയ്യാം, നമ്മള് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വൈകുന്നേരത്തെ സമയത്ത് ചായക്കടികൾ അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട പലഹാരങ്ങൾ, എണ്ണ പലഹാരങ്ങൾ നമ്മൾ കാണാറില്ലേ ബേക്കറികളിലൊക്കെ ഇരിക്കുന്നേ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട്
ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിലാണ് നമ്മുടെ കലോറി കൂടുന്നത് കേട്ടോ. ഫാറ്റ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആ വറുത്ത സാധനങ്ങളിലാണ്. ഇപ്പോ മുട്ട പപ്സ്, കട്ട്ലൈറ്റ്, സവാള വട, ഉഴുന്ന് വട, ഇതൊക്കെ കഴിക്കാറുണ്ടോ നിങ്ങള്? കഴിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? ആ, നമുക്ക് കൊതി വരും അല്ലേ കഴിക്കാനായിട്ട് അല്ലേ? നോയമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാം നോയമ്പായതുകൊണ്ട് അത് തന്നെയാ എപ്പോഴും നോയമ്പൊക്കെ എണ്ണ പലഹാരം പലഹാരം, ഓയിലി ഫുഡ് അല്ല. ഓയിലി ഫുഡ്. ഫുഡാണ്. ചായയുടെ കൂടെ ചിലപ്പോ അത് കഴിച്ചില്ലെങ്കിൽ ചിലർക്ക് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഉപ്പിന്റെ അളവും കുറക്കണം മാം. ആകെ നമുക്ക് ഒരു ദിവസം വേണ്ടത് 5 ഗ്രാം സാൾട്ട് ആണ് വേണ്ടത്. പക്ഷെ നമ്മളൊക്കെ 5 gram ഉപയോഗിക്കുന്ന ഒരു salt അല്ലേ? 15 ഗ്രാം ഒക്കെ ആവും നമ്മൾ കഴിക്കുമ്പോൾ. ശരിക്കും അങ്ങനെ കുറക്കണം. ഷുഗറും കുറക്കണം, സാൾട്ടും. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ശ്രദ്ധിക്കുക. പിന്നെ ഡിന്നറിന്റെ കാര്യങ്ങള്, ഡിന്നർ ഇപ്പൊ എന്താ പറയാ, ചിലർ ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്, ചിലവര് റാഗി ഉപയോഗിക്കുന്നുണ്ട്. ആ റാഗി ഉപയോഗിച്ച് പുട്ട് ഉണ്ടാക്കാം നമുക്ക്. പിന്നെന്താണ്, ഓട്സ് ഉപയോഗിച്ച് നമുക്ക് ഉപ്പുമ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. റൈസ് ഒക്കെ രാത്രി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. വൈറ്റ് റൈസ് ഓർ എന്താ പറയാ റെഡ് റൈസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് റെഡ് റൈസ് തന്നെയാണ് വൈറ്റ് റൈസിനേക്കാളും. പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു പോർഷൻ കൺട്രോൾ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാല് വൈറ്റ് റൈസ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻടേക്ക് ചെയ്യാം. അതിന് കുഴപ്പമൊന്നും ഇല്ല. ഇതുകൂടാതെ ഒരു എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാം, ഈ ഒരു രോഗത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ മാം. ഓക്കെ. കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തല്ലേ നമ്മള്? ഓക്കെ. നിങ്ങൾ ഹെൽപ്ഫുൾ ആയോ പറഞ്ഞതൊക്കെ? ഓക്കെ ഓക്കെ. എന്താ ഹെൽപ്ഫുൾ ആയി? ഓക്കെ. അപ്പൊ ഇതാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് നേരെ വരേണ്ടത് ഇമ്മ്യൂണിറ്റിയിലേക്കാണ് കേട്ടോ. ഇമ്മ്യൂണിറ്റി നമ്മൾ സ്ലൈഡിലോട്ട് പോയിട്ടില്ല. അതിനു മുമ്പ് കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇമ്മ്യൂണിറ്റി എന്താ പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്താ? പ്രതിരോധം. പ്രതിരോധ ശേഷി അല്ലെ? അതായത് പ്രതിരോധ ശേഷിയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഞാനൊന്ന് പറയാം എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത് കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെന്റ് ആൻഡ് ഡിസ്ട്രോയ് പാത്തോജൻസ് ദാറ്റ് ഹാവ് entered the body. Okay, the ability of the body to prevent and destroy pathogens that have entered the body. അതായത് രോഗാണുക്കൾ അല്ലെ, പാത്തോജൻസ്, രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവാണെന്ത്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് എന്താണ്, നമ്മുടെ സ്വമേധയാ എന്തുണ്ട്, നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധ ശേഷി നമുക്ക് ഉണ്ട്. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ ശരീരത്തിനകത്ത് തന്നെ പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു ശരീരത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ വരാം ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ. Immunization that give the body an artificial ability to fight diseases. Okay. അപ്പൊ എന്താണ് immunization എന്ന് പറയുന്നത്? That give the body an artificial ability to fight diseases. അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് കൃത്രിമമായിട്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ട് കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവയ്പ്പുകളാണെന്ത്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വ്യത്യാസം ഉണ്ടല്ലേ അല്ലെ? രണ്ടും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ, ഇമ്മ്യൂണിറ്റിയും ഇമ്മ്യൂണൈസേഷനും? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് സ്വമേധയായുള്ള എന്താണ്, പ്രതിരോധ ശേഷിയാണ്. എന്തെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യുക, നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും, നമ്മള് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക അല്ലെ? ഓക്കെ. അതായത് കുത്തിവെപ്പുകളിലൂടെ എന്ത് കൊടുക്കും, നമ്മള് രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി നമ്മള് കുത്തിവെപ്പുകളിലൂടെ കൊടുക്കും. അതാണ് എന്ത്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടും മനസ്സിലായില്ലേ ഡിഫറൻസ്?
മാം ഡെഫിനിഷൻ ഒന്ന് പറയാമോ? എന്താ ഡെഫിനേഷനോ? ഓക്കെ പറയാം. ഇമ്മ്യൂണിറ്റി ആണോ? ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ അല്ലേ? ഓക്കെ. Immunizations that give the body an artificial ability to fight diseases. Okay, one time ഒന്നുകൂടി പറയാം. Immunizations that give the body an artificial ability to fight diseases. Okay. Okay, ma'am. Okay, ma'am. Thanks. Okay. ഇനി നമ്മള് ചില സബ്സ്റ്റൻസുകളാണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ? ആ സബ്സ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വാക്സിനുകൾ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. വാക്സിൻ. ഓക്കെ, കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മള് വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വാക്സിൻ എടുക്കാന്ന് നമ്മൾ ഇടക്കിടക്ക് പറയാറില്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ആ വാക്സിൻ എടുക്കുന്നേ? എന്തിനു വേണ്ടിയിട്ടാ? കൃത്രിമമായിട്ടല്ലേ? നമ്മുടെ രോഗത്തിന് തനിയുള്ളതല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇഞ്ചെക്ട് ചെയ്യാണ് അല്ലെ? അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാണ്? രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഇഞ്ചെക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ വാക്സിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ് എന്ത്? പോളിയോ വാക്സിൻ അല്ലേ? ഓക്കെ, അപ്പൊ ഏത് ഏജ് വരെയാണ് ഈ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്? 5 age വരെ. 5 years old വരെയാണ് അല്ലെ? ഓക്കെ, 5 years old വരെയാണ്. ഈ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചു നാൾ മുമ്പ് ഉണ്ടായിരുന്നു അല്ലേ? Yes, ma'am. ഉണ്ടായിരുന്നോ? ഏത് ഡേറ്റ് ആയിരുന്നു? മാർച്ചിലായിരുന്നു. എന്നായിരുന്നു? ഫെബ്രുവരിയിലോ? മാർച്ചിലായിരുന്നു അല്ലെ? ഓക്കെ. എല്ലാവരും കൊണ്ടുപോയോ? കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ അറ്റ് വാട്ട് ഏജ് ഈസ് ദ പോളിയോ വാക്സിൻ ഗിവൺ ടു ചിൽഡ്രൻ? അപ്പൊ 5 years old കേട്ടോ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പോളിയോ വാക്സിൻ നമ്മള് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എത്ര ടൈംസ് ആണ് ഈ പോളിയോ വാക്സിൻ കുട്ടിക്ക് കൊടുക്കുന്നത്? 5 വയസ്സ് വരെ എത്ര ടൈമിൽ കൊടുക്കുന്നുണ്ട്? എത്ര ടൈംസ് ആണ്? 4 ആണോ? 4 ആണോ? 5 അല്ലേ? അത് നാളെ കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് കേട്ടോ. ഓക്കെ, എത്ര ടൈംസ് ആണ്, ഹൗ മെനി ടൈംസ് ആണ് കുട്ടികൾക്ക്, ചിൽഡ്രൻസിന് പോളിയോ വാക്സിൻ കൊടുക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോള് നമ്മളിനി സ്ലൈഡിലേക്ക് പോവാം. നിങ്ങള് ടൈം ഇല്ല, എന്നാലും സ്ലൈഡ് ഒന്ന് നിങ്ങള് മൈൻഡിലൊന്ന് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സ്ലൈഡ് ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ നമ്മൾ നേരിട്ട് സ്ലൈഡിലേക്ക് കിടക്കുകയാണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് കേട്ടോ. ഒന്ന് വായിക്കാം. ഓക്കെ,
ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതിയോ? ഫസ്റ്റ് പാരാഗ്രാഫ് മാത്രം വായിച്ചാൽ മതി കേട്ടോ. ഡിഫ്തീരിയ പെർട്ടിസിസ് ആ ഒരു പാരാഗ്രാഫ് മാത്രം വായിച്ചാൽ. വായിച്ചു കഴിഞ്ഞോ? അപ്പോ ആദ്യത്തെ രോഗം എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്തീരിയ ആണ് അല്ലെ. ഫസ്റ്റ് ഡിസീസസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിഫ്തീരിയ ആണ്. ഓക്കെ, എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് ഡിഫ്തീരിയയെ കുറിച്ചിട്ട്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണത്. അതെ, ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ. ബാക്ടീരിയൽ ഡിസീസ് ആണ്. വെള്ളത്തിൽ കൂടി വരുന്നതാണോ മാം? എന്താ? അത് വെള്ളത്തിൽ കൂടി പകരുന്ന രോഗമാണോ? അല്ല 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 അല്ല, വെള്ളത്തിൽ കൂടിയല്ല കേട്ടോ. അല്ല, എയർ ആണ് കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗമാണ് കേട്ടോ. ഓക്കെ, വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാക്കൂലേ ഈ അസുഖം? എന്താ മോളെ? ബ്രീത്തിങ് ട്രബിളേ, ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പ്രോബ്ലം ഉണ്ടാവും, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും കേട്ടോ ഡിഫ്തീരിയക്ക്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് ഡിഫ്തീരിയ. പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കുന്നു. അതെ അതെ, ആയിട്ടുള്ള ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഡിഫ്തീരിയ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു ഹിസ്റ്ററി മാത്രം പറയാം കേട്ടോ. ഹിസ്റ്ററി മാത്രമായിട്ടാണ് ഇന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കണ്ടന്റിലേക്ക് വരാം. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. ആവശ്യമുള്ളത് മാത്രം നോട്ട് ചെയ്യുക. അധികം പൾസ് പോളിയോ 6 ടൈമാണ് കൊടുക്കണേ. എന്താ പൾസ് പോളിയോ 6 ടൈം കൊടുക്കും. പിന്നെ ഗവൺമെന്റ് പറയണ ഡേറ്റിലും കൊടുക്കും. അപ്പൊ 7 ടൈം. ഓക്കെ, കണ്ടുപിടിച്ചു കഴിഞ്ഞു. മിടുക്കി. രതി MG അല്ലേ? ഓക്കെ, മിടുക്കി കേട്ടോ. 7 പ്രാവശ്യമാണ് എന്ത് കൊടുക്കുന്നേ? പൾസ് പോളിയോ കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. 7 ടൈംസ് ആണ് പൾസ് പോളിയോ കുട്ടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഹിസ്റ്ററി ഒന്ന് പറയാം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് 1630 അതായത് 1613 സ്പെയിനിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തത് കേട്ടോ, ഡിഫ്തീരിയ. സ്പെയിനിലെ 80% ഓഫ് പീപ്പിൾസിന് എന്ത് അഫക്ട് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഡിഫ്തീരിയ അഫക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പെയിനിൽ എന്താണ് മെജോറിറ്റി ഓഫ് ദ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? കേക്കുന്നില്ല. വീഡിയോ സ്റ്റക്ക് ആയിരിക്കും തോന്നുന്നു. ആർക്കും കേൾക്കുന്നില്ലേ? ഞാൻ കാണുന്നില്ല. കേൾക്കുന്നില്ല. അവിടുത്തെ പ്രശ്നമായിരിക്കും. അതെ, ടെക്നിക്കൽ ഇഷ്യൂ. ഹോസ്റ്റ് പോയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാല്ലേ. ഇല്ലല്ലോ.
നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും ആയില്ലല്ലോ. ഞാനിപ്പോ ചോദിക്കാൻ നിൽക്കരുത്. ഓരോരുത്തരുടെ നമ്പർ പറയുന്ന വെച്ചാല് ആരെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യൂ. ഒന്ന് പറയോ, നമ്പർ പറയോ? കുറച്ചു പേരേ ഉള്ളൂ, നമ്പർ അങ്ങ് എഴുതി എടുത്തു. പറഞ്ഞോളൂ. ആൽഫ നമ്പർ പറയോ? ആൽഫ നമ്പർ പറയും. ആൽഫ 977 977 87 87 23 23 734 734 734. ഓക്കെ, ഒരാൾ നമ്പർ കിട്ടി. ടീച്ചർ വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം അതിക്രമിച്ചു കേട്ടോ. അപ്പൊ നാളെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? മാമിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? നമ്പർ ഒന്ന് പറയാ മാം. എന്റെയോ? എന്റെ നമ്പർ ആണോ? അതെ, യെസ് മാം. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. അപ്പോഴേക്കും വേറെ ആരെയും നമ്പർ പറഞ്ഞോ? ആരിഫ പറഞ്ഞോ? ഞാൻ പറയാം. ശരി, പറഞ്ഞു. ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞോളൂ. അതെ, ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നോട്ട് ചെയ്തോളൂ കേട്ടോ. നമ്പർ നോട്ട് ചെയ്തോളൂ. പറയൂ. 97 44 71 50 38. 9744715038 കേട്ടോ. മാമിന്റെ വീട് എവിടെയാ? എന്താ എവിടെയാ? വീട് എറണാകുളം. ഓക്കെ. എറണാകുളത്ത് എവിടെയാ? എറണാകുളത്തെ നോർത്ത്. പറവൂരാണ്. എന്റെ അമ്മ വീട് അവിടെയാ. ആണല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ടാ. നാളെ കാണാം കേട്ടോ. പറവൂര് എവിടെയാ? പറവൂര് ചേന്നമംഗലം എന്ന് പറയും. ഞാൻ എന്റെ വീടും അവിടെയാണ് മാം, ചേന്നമംഗലം. മാഞ്ഞാലി. ഞാൻ തൊട്ടടുത്ത നാട്ടുകാരി. എന്റെ അമ്മയുടെ വീടും ചേന്നമംഗലാണ്. അധിക പേര് ഇവിടെയാണ്. എറണാകുളത്തുള്ളവരാണോ? ഞാൻ പെരുമ്പാവൂരാട്ടോ. ഞാൻ കാലടിയാട്ടോ, ചെങ്ങല്. ഓക്കെ. പിന്നെ ആരിഫാടെ നമ്പർ പറഞ്ഞില്ലല്ലോ. എന്റെ നമ്പർ എഴുതിക്കോ. യസീമ. ആരിഫാണോ? 85 47 97 18 98 അല്ല 18 ആണ് കേട്ടാ. ഓക്കെ, കേട്ടു. 18 53. സമീറ. ഇനി ആരാണ് അടുത്ത ആള്? പറയൂ. എന്റെ നമ്പർ എഴുതിക്കോ. 95 മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടാ, കൊറേ പേര് അയച്ചിട്ടുണ്ടായില്ലേ. 95 44 95 44